അലിനെ വിവാദത്തിലേക്കൊക്കെയാണല്ലോ പോണേ. എന്താന്നറിയാൻ പോണല്ലോ, കേരളം എങ്ങോട്ടാ പോണെന്ന് എനിക്കറിയാൻ പോണോ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഇപ്പൊ ബൈറ്റില് ഒരു കൊച്ചിനായിട്ട് വയറ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജോസിന് ആംബിയറില്ല. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. ബുദ്ധിയുള്ള ആൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ജോസിന് ആംബിയറില്ല. കഴിഞ്ഞ 3 ദിവസമായിട്ട് മൂത്രം ഒഴിക്കാനല്ലാതെ നീ ഒന്നും പറയണ്ട, നീ പീഡിപ്പിച്ചു. പെട്ടെന്നൊരു പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ ലൈംഗിക ബന്ധത്തെ ഏർപ്പെടൂലല്ലോ. അത്രക്ക് ഇപ്പൊ പൊട്ടറല്ലേ. പെണ്ണിനെ ടച്ച് ചെയ്യാൻ ആദ്യമായിട്ട് തോന്നുന്നത് അതിന്റെ ആക്രാന്തം. എല്ലാത്തിനും ആക്രാന്തമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ആക്രാന്തമാണ്, സംസാരിക്കുമ്പോൾ ആക്രാന്തമാണ്, പെണ്ണിനെ കാണുമ്പോൾ ആക്രാന്തമാണ്. തങ്കോ അണ്ണാന്ന് മാറ്റി വിളിക്കാൻ എനിക്ക് അറിയാട്ടോ. നിന്നെയായിട്ട് അന്ന് കെട്ടിപ്പിടിച്ച് റീൽസ് മീഡിയക്ക് മുമ്പ് ചെയ്തപ്പോ നല്ല സുഖം കിട്ടിയത്. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. ബൈക്ക് യാത്ര ചെയ്യുമ്പോ മുള്ളാൻ മുട്ടും തൂറാൻ മുട്ടുമല്ല. സ്വാഭാവികം. മുള്ളാൻ മുട്ടയായിട്ട് മുള്ളിയതും ഒന്ന് നോക്കേണ്ടായി. നിന്റെ അത് വലുതല്ല ചെറുതാണ്, അങ്ങനെയൊക്കെ പല വർത്തനങ്ങളും പറഞ്ഞു. അതല്ല ഞാൻ പറഞ്ഞ ഇപ്പം ഹായ് 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 ആരാധകരെ കണ്ട പറഞ്ഞ ഇപ്പം ഹായ് ഹായ് ഹായ്. ദാസപ്പ നോക്കടാ, പിള്ളേരൊക്കെ എന്നെ തിരിച്ചറിയണ്ടല്ലേ. കെട്ടിപ്പിടിച്ച് ഇന്റിമസി അഭിനയിച്ചെന്ന് പറഞ്ഞപ്പോ മമ്മൂട്ടി ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും ഈ നായിന്റെ മോനെ ഇനി ഞാൻ കൊന്നുകളയും. നീ എന്ത് പറഞ്ഞാലും എന്തിനാടാ മമ്മൂട്ടി ലാലേട്ടനിലേക്ക് പോകുന്നത്? ഇവിടെ എന്തിനാടാ ഇവിടെ? എന്റെ കൂട്ടുകാരനായിട്ടുള്ള ബ്രൈറ്റിനായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് സുഖമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇപ്പൊ ഇത്രയും പ്രായമുള്ളൊരു അതിനോട് റീൽസ് ചെയ്യപ്പോ എനിക്കും സുഖം കിട്ടാൻ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.